السلام عليكم. عليكم السلام ورحمة بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول العليم وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അപ്പോ ഞാനിവിടെ സൂറത്തുൽ മസദിന്റെ ബ്രീഫിംഗ് ആണ്. സൂറത്ത് മസദ് അല്ലെങ്കിൽ സൂറത്ത് ലഹബ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പോ ആഹ് എനിക്ക് ഒരു ചോദ്യമാണ് ഈ ഖുറാനിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലഘട്ടത്തില് ഒരുപാട് പ്രമാണിമാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഗോത്രക്കാരുണ്ടായിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുപാട് ഉപദ്രവിച്ചവരായിട്ട് ഒരുപാട് ആൾക്കാരായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എന്തുകൊണ്ട് അബൂലഹബ് ഇത്രയും പ്രത്യേകം ഖുർആനിൽ അള്ളാഹു ഇത്രയും ശപിച്ചുകൊണ്ട്, ഇത്രയും വെറുത്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ട് ഇത്ര ആണയിട്ട്, അതായത് ഖുർആനിൽ വേറൊരാളെ പേര് വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അതേപോലെ ഒരു അന്ധനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേര് വിളിച്ച് അള്ളാഹു ശപിച്ചിട്ടില്ല വേറൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. അപ്പം എന്തുകൊണ്ട് അബൂലഹബ് ഇങ്ങനെയായി? അപ്പൊ അബൂലഹബിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബൂലഹബ് വളരെ സമ്പന്നനായിരുന്നു, സുന്ദരനായിരുന്നു, സന്താനപ്രിയനായിരുന്നു. അപ്പോ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൃഥിവ്യനായിരുന്നു അബൂലഹബ്. അതായത് അന്നത്തെ അറബികളുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പയുടെ സ്ഥാനമായിരുന്നു. അതേപോലെ അയൽവാസിയുമായിരുന്നു. അപ്പോ അതേപോലെ തന്നെ അവർക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഗോത്രത്തിൽ ഉള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യത ഉണ്ടായിരുന്നു. അതേപോലെ പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അബൂലഹബും സ്വന്തം ഭാര്യയും എപ്പോഴും അതായത് നബിയുടെ നുബുവത്തിന് ശേഷം എന്തായിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു മേലെ പറഞ്ഞ കുറെ സംഭവങ്ങൾ, കുറെ ബാധ്യതകൾ ഉണ്ട്, കുറെ ഗോത്രത്തിലുള്ളതാണ്, സ്വന്തം കുടുംബത്തിലുള്ളതാണ്, ഉപ്പയുടെ സ്ഥാനമാണ്. ഇതൊന്നും അബൂലഹബ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഉത്തരവാദിത്വം ഒന്നും ഇത് നുബുവത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടല്ലേ. എന്താ നബി പറയാ, പ്രവാചകനായിട്ട് സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അതേപോലെ ഉമ്മു ജമീൽ എന്ന് പറയുന്നത് വളരെ ഏഷണി പരിദൂഷണത്തിന്റെ ഒരു കൊട്ടകമായിരുന്നു. അതേപോലെ എന്താ മൂപ്പര് എന്താ കഴുത്തിൽ സ്വർണം അണിഞ്ഞ് കൊണ്ടായിരുന്നു ഈ ഏഷണി പരിദൂഷണം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. ഈ സൂറത്തിലുള്ള ഒരു ആയത്തുള്ള മാതിരി എന്താണ് കഴുത്തില് ഈന്തപ്പന മാല കൊണ്ട് ചുറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ സ്വന്തം സ്വർണം, ഈ അവസാന സ്വർണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെതിരെ പറഞ്ഞ് നടക്കണമായിരുന്നു എന്റെ ആഗ്രഹം എന്നായിരുന്നു മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെയുള്ള ഈ ഒരു താഴ്വരയിൽ, അതായത് ഷേബ് അബി ത്വാലിബ് താഴ്വരയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലയും കുടുംബവും ഇത് പുല്ല് തിന്നേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത് എന്ത് അതിലൊരു ഏറ്റവും വലിയ കഴിവ് അബൂലഹബിനുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കേണ്ട ഒരാളായിട്ടും പക്ഷെ വളരെ ഉപദ്രവിച്ചുകൊണ്ട്, വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ഈ ഒരു വർഷം, അതായത് ഈ ഒരു താഴ്വരയില് ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ഒരു 2 വർഷത്തിന് ശേഷമാണ് അതിൽ മോചനം ലഭിക്കുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് സ്വന്തം ഭാര്യയും പൃഥ്വിയനായ അബീ ത്വാലിബും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടാവും. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടായത് അത്രയും വലിയ ഒഫൻസസ് ആണ് എന്നുള്ളതാണ്.
പിന്നെ ഈ അവസാനം ഈ സൂറ അവതരിച്ച് 7 വർഷത്തിന് ശേഷമാണ് ഏം, എന്ത് അബൂജ അബൂജഹല് അല്ലെങ്കിൽ അബൂലഹബ് മരിക്കുന്നത്. അപ്പൊ അത്രയും അതൊരു ഇതാണ് വെച്ചാല് അബൂലഹബിനെ അറിയായിരുന്നു ഈ സൂറത്ത് ഇറങ്ങിയതും എല്ലാം അറിഞ്ഞതും ഒക്കെ അറിയായിരുന്നു. എന്നിട്ടും മൂപ്പര് ഇസ്ലാം സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിനെ മോക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാനോ അങ്ങനെ പോലും അയാൾക്ക് ആലോചിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും വലിയ ഒരു വെറുപ്പായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വെറുപ്പുകൾ എന്തുകൊണ്ട് ഇപ്പൊ അബൂലഹബിന് ഇത്രയും വലിയ വെറുപ്പ് ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം? ഖുറാനിൽ ശപിക്കപ്പെട്ട ഒരാളാണ്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ പറയുന്നത് കുറെ ഒഫൻസസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പറയുന്നത് അയാളുടെ അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ എന്നാണ്. അതാണ് പ്രൈമറി റീസൺ അയാളെ നാശത്തിലേക്ക് എത്തിച്ചതും ഇത്രയും വലിയ ഒരു സാധനമാക്കിയതും. അതായത് പഠിച്ചോൻ ഖുറാനിൽ എങ്ങനെ പറഞ്ഞു ഇതിനേക്കാളും നീചമായ രീതിയിലാണ് അയാൾ മരിക്കുന്നത്. അയാള് മക്കളും കുട്ടികളും എല്ലാരും അയാൾക്കൊരു ഭാര്യയും കുട്ടികളും ഒന്നും അയാൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അയാൾ അസുഖമായി കിടക്കുന്ന സമയത്ത് അയാളെ എന്താ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ അപ്പോ ഈ ഒരു സംഭവത്തില് പറഞ്ഞ പോലെ അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ ആണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ബാക്കിയുള്ളതിനെക്കാട്ടും കൂടുതൽ. അപ്പൊ ഈ സൂറ കാണിക്കുന്നത് അഹങ്കാരത്തെ കുറിച്ചാണ്. അപ്പൊ അഹങ്കാരം നമ്മളെപ്പോഴും എന്താ വളരെ ചെറുതായി കാണുന്ന ഒരു സാധനമാണ്. പക്ഷെ അഹങ്കാരം മാത്രമാണ് അല്ലെങ്കിൽ ഒരു പ്രൈമറി റീസൺ ആണ് അബൂലഹബിന്റെ ഒരു നാശത്തിലേക്ക് വഹിച്ചത്. അപ്പം അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ഒരു മണം പോലും അടിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം നമ്മള് അതിലാണ് നമ്മൾ ഊന്നി അയക്കേണ്ടത്. അതായത് ഏഹ് അഹങ്കാരം നമ്മളെ ഹൃദയത്തിൽ ഇല്ലേ? ഒരു ഒരു കണിക പോലും ഇല്ലേ? നമ്മള് എന്നാ അതിനെ പറ്റി നമ്മൾ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം ഒന്നിനെ പറ്റിയില്ലേ? നമ്മള് എല്ലാം നമുക്ക് വേണ്ടിയിട്ടല്ല, എല്ലാം പഠിച്ചോണ്ടതാണ് എന്ന് നമ്മൾ പറയുന്ന ആളാണോ? അതായത് നമുക്ക് എന്താ അള്ളാഹുവിൻ്റെതല്ല, എന്റെ കഴിവാണ്, എന്റെ സമ്പത്താണ്, എന്റേത് മാത്രമാണ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ഒന്നും നമുക്കില്ലേ? അതേപോലെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദാനമായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്റേത് മാത്രം കഴിവാണ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നതായിട്ട് ഒന്നുമില്ലേ? അതേപോലെ ഉസ്താദ് അവസാനം ഉപദേശിച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളത്. അത് പറയുമ്പോ ജീവിതത്തില് എന്നോടും കൂടി പറയാണ്, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും നിരാശകളും ഉണ്ടാകുമ്പോഴൊക്കെ വളരെ വിഷമപ്പെട്ടിരിക്കുമ്പോ എന്തിനാ പഠിച്ചോൻ എനിക്ക് മാത്രം ഇങ്ങനെ തന്നേന്ന് ആലോചിക്കുമ്പോ ഇത് അള്ളാഹു തന്നതല്ല, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമായിരുന്നു. അല്ലെങ്കിൽ അള്ളാഹു കുറച്ചു കാലത്തേക്ക് കടമിട്ട് തന്നതായിരുന്നു, അത് തിരിച്ചെടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഒരു ഭാഗത്ത് നമുക്ക് അള്ളാഹു ഇപ്പോ ഇങ്ങനെ കുറെ പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ തരുമ്പോഴും ഒരുപാട് അള്ളാഹുവിന്റെ നിയമത്തുകൾ ഒരുപാടുണ്ട്. അപ്പൊ നമ്മളത് നോക്കാണ്ട് അള്ളാഹു ഇങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാജയം അല്ലെങ്കിൽ നിരാശ വരുമ്പോ അങ്ങനെ നമ്മൾ ആലോചിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എനിക്കെപ്പോഴും തോന്നി വരണത് ഈ ഇതിനുപരം അല്ലെങ്കിൽ ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ഡൗൺഫോളിന് പകരം കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അതിന് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന സാധനമാണ്. പഠിച്ചോന് ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്, എന്നിട്ട് പോലും ഈ ഒരു ചെറിയ സാധനത്തിനാണ് ഞാൻ വിഷമപ്പെടുന്നത്. ജീവിതമാവുമ്പോ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. പരീക്ഷണങ്ങളിൽ കഴിഞ്ഞുകൂടാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ പഠിച്ചോന് തന്ന അനുഗ്രഹത്തിന് നമ്മൾ എത്ര ശുക്ർ പറയാറുണ്ട്, എത്ര വിളിച്ച് ഓരോ സംഭവത്തിന് നമ്മളിപ്പോ ഒരു ചവിട്ടുന്ന രാവിലെ എണീച്ച് നമുക്ക് ചവിട്ടാൻ പറ്റുമ്പോ നമ്മൾ മേലോട്ടേക്ക് നോക്കുമ്പോ നമുക്ക് റൂഫ് ഉണ്ട്. അപ്പോ അതിന് പോലും നമ്മൾ എപ്പോഴും ശുക്ർ പറയേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ പറയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും.
അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഓക്കെ, അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്, നന്നായിട്ട് ബ്രീഫ് ചെയ്തു. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ്, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പിന്നെ നമ്മൾ ഇതുവരെ അല്ല 3-4 പേരങ്ങനെ ബ്രീഫ് ചെയ്തത് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലുള്ള ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്കും ഖുർആന് ഒരാളും ജീവിതത്തിൽ പിന്നെ പഠിച്ച് തീരൂല. ഉണ്ടല്ലോ, ഖുർആൻ വലിയൊരു ബഹറാണ്. ഇപ്പം നമ്മളിങ്ങനെ ഖുർആൻ കൂടുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു തന്ന എന്താണോ കുറച്ചാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനാണ് നമുക്ക് അള്ളാഹു സംസാരിക്കാനൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിവ് വന്നത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നടത്തുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي علم القرآن خلق الإنسان علمه البيان. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അൽഹംദുലില്ലാഹ്. ഈ സൂറയുടെ ഒരു പ്രത്യേകത, നിങ്ങൾ വെറുതെ ഒറ്റക്ക് ഈ സൂറയുടെ ഫസ്റ്റ് ആയത്ത് നോക്കി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യും പരമാവധി ആളുകൾ. പരമാവധി അൺമ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് അല്ല, ആര് രണ്ടുപേരും അൺമ്യൂട്ട് ചെയ്തല്ലേ? ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ നിങ്ങൾ ഈ സൂറ ഒന്ന് ഓതോ? വെറുതെ ഒന്ന് ചോദ്യം മതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഓക്കെ, അൽഹംദുലില്ലാഹ്. പിന്നെ ഈ സൂറയുടെ പ്രത്യേകത, ഈ റെസിറ്റേഷൻ പാർട്ടിൽ പലപ്പോഴും കോമൺ ആയിട്ട് ഈ കോമൺ എറേഴ്സ് വരുന്നൊരു ഭാഗമാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓതാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മളിങ്ങനെ നാട്ടിലൊക്കെ ഈ പള്ളികളിൽ പോകുമ്പോൾ ഇമാമുകൾ വരെ പലപ്പോഴും ഇത് ഓതുന്നതിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ആയ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഫതഹ് എന്നാണ് എന്ത് ചെയ്യുക ചിലപ്പം ആളുകൾ ഓതുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. നിങ്ങൾ ശ്രദ്ധിച്ചോ കേട്ടോ. ഇനി പള്ളികളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കെ, ഈ സൂറ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന് ഓതുക. ഫതഹ് ശരിയല്ല, എന്താണ് ഫത്ഹ് അല്ലേ? അങ്ങനെ ഓതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ إذا جاء نصر الله والفتح ح ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا. അഫ്വാജ എന്ത് ചെയ്യണം? നീട്ടണം. അഫ്വാജ.
അഫ്വാജ. നോർമൽ അല്ല, കുറച്ച് എക്സ്ട്രാ. അഫ്വാജ. ശരിക്കും എഴുതുമ്പോൾ അഫ്വാജ അങ്ങനെ പോവാ. പക്ഷെ അവിടെ ഫതഹ തൻവീൻ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. ഇങ്ങനെതാ വസ് വസ് എന്നുള്ളത് ഇതുണ്ട്. ഫഹസ്സഹു ശഖ്സുൻ സകത എന്ന് പറയുന്ന ഫ ഹ സ ഹ ഷഖ്സുൻ സകത, അത് ഒരു നിയമമാണ്. ഇപ്പൊ ഈ വേർഡ്സ് വന്നാൽ എന്താ ചെയ്യണമെന്നോ? ഉദാഹരണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം എന്നല്ല, മുസ്തഖീം. ഹംസ് തന്നെ ഒരു ഹംസ്. അപ്പൊ ഇവിടെ എങ്ങനെ ഇതാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. വസ്തഗ്ഫിർ. ഫിർഹു എന്നൊന്നുമല്ല, ഫിർ. فسبح بحمد ربك واستغفر. ഒന്ന് واستغفر إنه كان توابا. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് ആ സൂറയുടെ രജിസ്ട്രേഷൻ നിങ്ങളെന്ന് ചോദിച്ചാല് ഞാൻ സൂചനയായിട്ട് തന്നാണ്. ഇപ്പൊ നമ്മള് തജീദ് ക്ലാസ് ഇല്ലല്ലോ, നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇത് മൈൻഡിൽ വെക്കാം അല്ലെ. ഫസ്റ്റിലത്തെ ആയത്തിലെ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇദാ നസ്റുല്ലാഹി വൽ ഫത്ത്. വൽ ഫത്ത്, വൽ ഫത്ത്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ലൈഫ് ലോങ്ങിൽ അത് ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പോയി ഓതുമ്പോ മറ്റുള്ളവർ ഓതുമ്പോ ശ്രദ്ധിച്ചു കൊടുക്കുക. വൽ ഫത്ത്. ഓക്കെ. പിന്നെ വസ്തഗ്ഫിർ. ഓക്കെ, ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا جاء نصر الله. إذا والفتح. والفتح. അവിടെ അങ്ങനെയാണോ? നിങ്ങൾ തബ്ബത്ത് പറഞ്ഞല്ലോ. والفتح. ഓക്കെ. ورأيت الناس يدخلون. ورأيت الناس يدخلون في دين الله أفواجا. في دين الله أفواجا. فسبح بحمد ربك. فسبح بحمد ربك واستغفره. إنه كان توابا. إنه كان توابا. ഒന്ന് എന്റെ കൂടെ ഓതണേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا. فسبح بحمد ربك واستغفره إنه كان توابا. നമ്മള് റെസിറ്റേഴ്സ് ശ്രദ്ധിക്കുക. റെസിറ്റേഴ്സ് ഭയങ്കര കോംപ്ലിക്കേഷൻ അല്ല കേട്ടോ, മറിച്ച് പിന്നെ നമ്മളതിൽ എപ്പോഴും സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്യാം നമ്മൾ നോക്കാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് അതിലേക്ക് പറയാനുള്ള വെച്ചാല് പിന്നെ ഞാൻ ഒരിക്കല് ഒരു 10-11 വർഷം മുമ്പ് ആദ്യമായിട്ട് ഞാൻ ഉംറക്ക് പോകുന്നത്.
അപ്പൊ അവിടുന്ന് ഇങ്ങനെ അവിടെ നമ്മൾ കോൺഫിഡൻസ് എന്താണോ ഞാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. ആളുകൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ഓ നമ്മൾ നന്നായിട്ട് പോകും. അങ്ങനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ഈ മുക്കലരാജത്ത് മുറിമുക്കരാജാന്ന് നമ്മളവരുടെ അല്ലേ. അപ്പൊ അങ്ങനെ നമുക്കൊരു കുറച്ച് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് നമുക്ക് പറ്റുമല്ലോ, അഹങ്കാരമല്ല. അപ്പോ പക്ഷെ നമ്മള് അറബ് കാരികളുടെ മുമ്പിൽ ഇപ്പൊ നിങ്ങൾ ഹറമിലൊക്കെ പോയാല് നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബിയിലും ഒക്കെ ഖുർആൻ ഓതുന്ന സദസ്സുകളുണ്ട്. സ്കോളേഴ്സ് ഉണ്ടാവും ഫുൾ ടൈം 24/7 ഖുർആൻ സ്കോളേഴ്സിന്റെ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു പിന്നെ നിങ്ങൾക്ക് ഹറമിൽ എന്ത് ചെയ്യും 24/7 നിങ്ങൾക്ക് ഖുർആൻ സ്കോളേഴ്സ് കിട്ടും. അപ്പൊ നമ്മള് പിന്നെ അവിടെ പോയി ഇരുന്ന് ഓതി ആ ഓതിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് കുറേ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പം ഭയങ്കര പേടിയായി. ഇനി ഞാൻ ചോദിച്ചു പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, പിന്നെന്ത് ചെയ്യുക പഠിപ്പിക്കുക. അങ്ങനെ ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ട് എന്താണ് പിന്നെ നമുക്കൊന്നും ലൈഫിൽ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ പറയാം, പ്രൊക്കാസ്റ്റിനേറ്റേഴ്സ് വിൽ നെവർ സ്റ്റാർട്ട്, പെർഫെക്ഷനിസ്റ്റ് വിൽ നെവർ എൻഡ് എന്ന് പറയാറുണ്ട്. അതിങ്ങനെ പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എപ്പോഴും ഒരു സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെന്റ് എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ നമ്മൾ സൂറത്ത് നസർ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് ശരിക്കും നമ്മൾ ചില സംഗതികളെ കുറിച്ചല്ല ഐ ഓപ്പണിംഗ് എന്നൊക്കെ പറയില്ല അല്ലേ, എന്റെ കണ്ണ് തുറപ്പിക്കുന്ന സംഗതി. ഇതുപോലുള്ളൊരു സൂറയാണ് സൂറത്തു നസർ. സൂറത്തു നസറിന്റെ പ്രത്യേകത എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി എന്താ സൂറത്തു നസറിന്റെ പ്രത്യേകത എന്താ? പ്രവാചകന്റെ മക്ക വിജയത്തിന് ശേഷം ഇറങ്ങിയ സൂറത്ത് അതിന്റെ നാളെടുക്കാറായപ്പോ ഏറ്റവും അവസാനത്തെ ഏറ്റവും ലാസ്റ്റ് സൂറ, പിന്നെ നബിയുടെ അന്ത്യം അടുത്തിരിക്കുന്ന സൂചന നൽകുന്ന സൂറ. അതിലൊരു സംഭവമുണ്ട്. ഒരിക്കല് പിന്നെ ഈ അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ അറിയാലോ നിങ്ങൾക്ക് അല്ലെ. വളരെ യങ് ആയിട്ടുള്ള സ്കോളർ ആയിരുന്നു. വളരെ യങ്ങായിരുന്നു ആള്. നബി മരിക്കുമ്പോൾ 13 വയസ്സേ ഉള്ളൂ കേട്ടോ അബ്ബാസ് റളിയല്ലാഹു. അങ്ങനെ അദ്ദേഹം പ്രത്യേകിച്ച് ഒരു ആസ് എ സ്കോളർ നിലക്ക് ഉമർ റളിയല്ലാഹു സ്വഹാബിമാരുടെ ഒക്കെ ബദറിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉൾപ്പെടുന്ന സ്വഹാബിമാരുടെ ഒക്കെ സദസ്സുകൾ അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ പങ്കെടുപ്പിക്കും. അപ്പൊ അവര് ചോദിക്കും ഞങ്ങൾക്ക് മക്കളുണ്ടല്ലോ അല്ലെ, അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ, നിങ്ങളെ എപ്പോഴും ഏത് സദസ്സുകളിലും ഞങ്ങളുടെ മക്കൾ പരിഗണിക്കപ്പെടണമെന്ന് എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കൂലേ അല്ലെ, ആഗ്രഹിക്കുമല്ലോ. ഇതുപോലെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മക്കളുണ്ടല്ലോ, അബ്ദുല്ലാഹിൻ അബ്ബാസിന്റെ പ്രായത്തിലല്ലേ, എന്തേ ഞങ്ങളുടെ മക്കൾ മാത്രമൊന്നും സദസ്സിൽ ഇങ്ങനെ ഈ സദസ്സുകളിലും മീറ്റിങ്ങുകളൊന്നും ഇരുത്താത്ത, ഇങ്ങനെ അബ്ദുല്ലാഹിൻ അബ്ബാസിനെ ഇരുത്തുന്നത്? അപ്പൊ അതിന്റെ കാരണം ആൾക്ക് അറിയാം എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഇൽമാണ് കാരണം എന്നല്ലേ. അങ്ങനെ അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ ഒരിക്കൽ റളിയല്ലാഹു ഇത് ബോധ്യപ്പെടുത്തുന്ന ആളുകളെ അങ്ങനെ സ്വഹാബിമാരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാണ് ഈ സദസ്സിൽ വെച്ചിട്ട്, സൂറത്തുൻ നസർ അവതരിച്ചതിന്റെ കാരണം എന്താ? അപ്പോ എല്ലാരും പറഞ്ഞു അത് വിജയത്തെക്കുറിച്ചാണ് പറയുന്നത്, ആളുകൾ കൂട്ടം കൂട്ടമായി വരും, ഇതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള മീനിങ് ഉണ്ടല്ലോ. പക്ഷേ അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നബിയുടെ അന്ത്യം അടുത്തിരിക്കുന്നെന്ന് അറിയിക്കുന്ന സൂറയാണ്. അവൻ ഉമർ റളിയല്ലാഹു പറഞ്ഞു എനിക്കും അറിയുന്നത് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് നബിയുടെ അന്ത്യം അടുത്തു. ഇതിൽ നമുക്ക് ലെസൺ എന്ന് വെച്ചാൽ എൽമിനുള്ള ഒരു മഹത്വം നമുക്ക് ഇതിലൂടെ ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാവും. എൽമിന് ഇസ്ലാം കൊടുത്ത ഒരു പ്രാധാന്യം എത്രത്തോളാണ്. അപ്പോൾ ഈ സൂറ ആ അർത്ഥത്തില് വിശുദ്ധ ഖുർആനിൽ അവസാനത്തെ സൂറയാണ്. അവസാനത്തെ ആയത്തിനെ കുറിച്ച് എന്തുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അവസാനത്തെ സൂറയാണ്. ഈ സൂറ അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഏകദേശം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 9 ദിവസം ഉണ്ടായിരുന്നുള്ള അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ 3 മാസവും കുറഞ്ഞ ദിവസവും മാത്രമാണ് എന്തുണ്ട് നബിയുടെ മരണത്തിനടക്കും ഇതിനും ഈ സൂറ അവതരിച്ച് പിന്നെ അത്രയും ഉണ്ടായിരുന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നബിയുടെ അന്ത്യം അടുത്തിരിക്കുന്ന സൂറയാണ്. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ അയ്യാമത്തെ ശരീഅത്തിനുമിടയിൽ മിനായിൽ അവതീർണമായതാണ് ഈ സൂറ എന്നാണ് അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു ഉദ്ധരിച്ചിരിക്കുന്നത്. അതായത് ഹജ്ജത്തുൽ വദാഇന് സന്ദർഭത്തിൽ അയ്യാമത്തെ ശരീഅത്തിനിടയിൽ മിനായിൽ വെച്ച് അവതീർണമായതാണ് ഈ സൂറ. അയ്യാമത്തെ ശരീക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഹജ്ജ്
ബലിപെരുന്നാൾ കഴിഞ്ഞാൽ അയ്യാമത്തെ ശരീക്ക് ഉണ്ടല്ലോ അല്ലെ, ഇതിനിടയ്ക്ക് അവതരിച്ചാണ് സൂറ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇലെ ആ പ്രസംഗം നിർവഹിച്ചത്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പിന്നെ എന്താണ് ചോദിക്കുന്നുണ്ട്, ഈ ദിവസം നിങ്ങൾക്ക് അത് അറിയാമോ? അപ്പോൾ പറയാണ് അള്ളാഹു റസൂലുഹു ആലം. അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു റസൂലാണ് അറിയുന്നവൻ. പിന്നെ അയ്യാവും തെഷീക്കൽ മധ്യ ദിവസമാണ്. പിന്നെ ചോദിച്ചു, ഈ സ്ഥലം ഏതെന്നറിയാമോ? അപ്പോൾ പറയുന്നത് മഷ്അറുൽ ഹറാം ആണെന്ന് നബി പറയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനുശേഷം നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ടാണ് അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് എന്തു പറയുന്നത്, ഈ ദിവസത്തിന്റെ പവിത്രത, അതേപോലെ തന്നെ മനുഷ്യാവകാശ പ്രസംഗം അല്ലെ. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു ഒരു സ്പീച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ നടത്തിയത്. ലാ ഫളല ലി അറബി വല അജമി വല അസു വല അഹ്മർ, അതായത് അറബിക്ക് അനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ചുവന്നവനേക്കാളോ, ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ പ്രസംഗം നടത്തുന്ന സദസ്സാണത്. ഓക്കെ, ഇതിൽ വേറൊരു സംഭവം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറ അവതരിപ്പിച്ച പറഞ്ഞു, ഇക്കൊല്ലം എൻ്റെ മരണം ഉണ്ടാവും അല്ലെ. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു കരഞ്ഞു. പിന്നെന്ത് സംഭവിച്ചത് അറിയോ? പിന്നെ എന്നോടൊപ്പം ആദ്യം വന്നു ചേരുന്നത് നീ ആയിരിക്കുന്ന പറയുന്നു ഫാത്തിമ റളിയല്ലാഹു സന്തോഷം. ശരിക്ക് ഞാൻ ചെയ്യട്ടെ, ഇപ്പൊ പറഞ്ഞുതരാം. വേണ്ട, അതിന് കോമൺ ചോദിക്കാം. അല്ല, ഇത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൽ വേറെ കുറെ ലെസൺസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഡീവിയേറ്റ് ആയി പോണ്ട. എന്നാലും സാന്ദർഭികമായിട്ട് പറയാലോ. ഞാൻ അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിനെ കുറിച്ച് പറഞ്ഞത്. ഇൽമ്, ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ നിങ്ങളെ വാപ്പങ്ങാൻ പറഞ്ഞായിരിക്കാം, എന്താണ് വാപ്പയുടെ മരണം എടുത്തു, എന്താ പറയുന്നതാണ്, പിന്നെ ഞാൻ ദുആ ചെയ്യുന്ന എന്താണ്, നീ എൻ്റെ അടുത്തേക്ക് വേഗം വരണം എന്നാണ്. നിങ്ങളെന്താ പറയാ? അല്ല, നിങ്ങളെ മക്കളോട് പറഞ്ഞായിരിക്കും എന്ത്, ഞാൻ മരിക്കാൻ അടുത്തിരിക്കുന്നു, നീ എൻ്റെ അടുത്ത് പെട്ടെന്ന് വരണം ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു മോളുമായിട്ടുള്ള ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അല്ലേ. പിന്നെ ഈ നമ്മളെ വാപ്പമാരൊക്കെ പറഞ്ഞ നമ്മളിപ്പോ വിചാരിക്കെന്താ, ഇത് വെറും വർത്താനാണല്ലോ. നബി പറഞ്ഞാൽ ഉറപ്പായിട്ട് സംഭവിക്കുമല്ലോ അല്ലേ, നോ ഡൗട്ട്. പക്ഷെ അപ്പൊ ഫാത്തിമ ചിരിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതമായി. അങ്ങനെയല്ല, ആ ബന്ധം എന്നുള്ളത് ഹദീസിൽ വന്ന കേട്ടോ, ആ ബന്ധം ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. ലോകത്ത് ഒരു ഉമ്മയും ഉപ്പയും എന്താ പറയുക, ചിലപ്പോ അങ്ങനെയല്ല, അത്രമാത്രം അപൂർവം ആളുകൾക്ക് ചിലപ്പോൾ ആ സൗഭാഗ്യം കിട്ടുള്ളൂ അല്ലേ. ഞാൻ മരിക്കാൻ പോവാണ്, തൊട്ടടുത്ത് നീ മരിക്കും എന്ന് പറയുമ്പോൾ, എന്നാ എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്ന് പറയുന്നതിനേക്കാൾ എന്ത് ചെയ്യുന്നു, ഉപ്പയോട് ചേരാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ചിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ. എനിവേ, നമ്മുടെ വിഷയം അതല്ല. അതിൽ പറഞ്ഞതാ, വഅഖ്ബറനി അന്നഹു നുഇയ ഇലൈഹി നഫ്സുഹു ഫബകൈതു ഫഖാല ലീ ഇസ്ബിരി ഫഇന്നക അവ്വലു അഹ്ലി ലാഹിഖൻ ബി ഫളഹികത്. എന്താ വെച്ചാൽ പെട്ടെന്ന് അപ്പൊ തന്നെ ഷോക്കായൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫാത്തിമ എന്ത് ചെയ്യുന്നു, ചിരിക്കാണ്. അപ്പൊ എനിവേ, ഞാൻ അധികം ആമുഖത്തിലേക്ക് പോകുന്നില്ല. ഇതിലെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവതരിച്ച അവസാനത്തെ സൂറയാണിത്. അതുകൊണ്ട് തന്നെ ഈ സൂറയിൽ കുറേ ലെസൺസ് നമുക്കുണ്ട് കേട്ടോ. കുറേ ജീവിത പാഠങ്ങൾ അള്ളാഹു നമുക്ക് പകർന്നു തരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ കുറേ അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ലഭിക്കാനുള്ള ഒരു ഒരു ചില മെസ്സേജുകൾ ഈ സൂറ തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. പിന്നെ അള്ളാഹു പറയുന്നത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്ന നീ കാണുകയും ചെയ്താൽ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇവിടെ ഇദാ ജാ അർത്ഥം എന്താ? വന്നു. നസ്റുല്ലാഹ്, സഹായം,
അള്ളാഹുവിന്റെ നസ്ർ സഹായം. എന്താ? അള്ളാഹുവിന്റെ സഹായം. ജാ വന്നു, നസ്ർ സഹായം അല്ലെ, നസ്റുല്ലാ. ഫത്ഹ് വിജയം. റഅയ്ത അന്നാസ. റഅ എല്ലാവർക്കും അറിയാലോ അല്ലെ, റഅ അർത്ഥം എന്താ? കണ്ടു. നാസ് ജനങ്ങൾ ജനങ്ങൾ. യദ്ഖുലൂന പ്രവേശിക്കുകയും പ്രവേശിക്കുന്നു. ഫീ ദീനില്ലാഹി അഫ്വാജ. അഫ്വാജ് എന്താ അർത്ഥം? കൂട്ടം കൂട്ടമായി കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്യുന്നു? ആളുകൾ പ്രവേശിക്കുന്നു. ഇതിൽ പ്രവേശിച്ചാൽ. ഫീ ദീനില്ലാഹി അഫ്വാജ. ഓക്കെ. ഫസബ്ബിഹ്. സബ്ബഹ അർത്ഥം എന്താ? തുതിക്കുക. ഖുർആനിൽ ആവർത്തിച്ച് വരുന്ന വാക്കാണ് സബ്ബഹ യുസബ്ബിഹു അല്ലെ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. ഇസ്തഗ്ഫിർ അർത്ഥം എന്താ? പശ്ചാത്താപം ചെയ്യുക. ഇന്നഹു കാന തവ്വാബ അല്ലെ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്. ഇത് കോമൺ വേർഡ്സ് ആണ് ഇതിൽ വന്നത്. നിങ്ങൾക്ക് സ്ലൈഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുങ്ങല്ലൂരുള്ളത്, ഒരു യാത്രയിലാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പൊ അള്ളാഹു ഇതിൽ പറയുന്നത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. ഇത് ശരിക്കും എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഇത്ര വേണം നമുക്ക് തോന്നും, ഇത്ര വേണമെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ലോകം അംഗീകരിച്ച ഒരു സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ലോകത്തുണ്ടാക്കിയത് ലോകം അംഗീകരിച്ചാട്ടോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒരു പ്രശ്നം അൾട്ടിമേറ്റ് എന്താണോ, അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ച് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളോട് എനിക്ക് ഈ സൂറ പഠിക്കുമ്പോൾ പറയാനുള്ളത്, ഒരു സീറ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു സീറ ഇപ്പൊ സീറ സീരീസ് ഉണ്ട്, പോഡ്കാസ്റ്റുകളുണ്ട്. ഡോക്ടർ യാസിർ ഖാദി, ഹംസ അബു യൂസുഫ്, ഇങ്ങനെ കുറേ ആളുകളുടെ പോഡ്കാസ്റ്റ് മലയാളത്തിലുണ്ട്. അൽ ഫുർഖാൻ എന്ന് പറഞ്ഞ ചാനലുണ്ട്. ഇങ്ങനെ പോഡ്കാസ്റ്റുകളുണ്ട്, വായിക്കാൻ പറ്റും. ഒരു സീറയെങ്കിലും നമ്മൾ പഠിക്കണം കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പഠിക്കുമ്പോഴേ നമുക്ക് അള്ളാഹിന്റെ ഹബീബിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ പെണ്ണുങ്ങളെ നടത്തിയ ഒരു ക്ലൂ ഞാൻ തരാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കൂലേ, പിന്നെ എന്തിനാ അള്ളാഹിന്റെ ഹബീബ് ഇത്ര പെണ്ണ് കിട്ടിയത്, അല്ല എന്തിനാ ഇത്ര കല്യാണം കഴിച്ചത് അല്ലേ? പക്ഷെ അതുപോലും പഠിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്തിൽ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കരഞ്ഞു എന്ന് വെച്ചാൽ ശരിക്ക് അതുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ വലിയ പരീക്ഷണമായിരുന്നത് വിവാഹങ്ങൾ പോലും. ഞാൻ ഒരു ഒരു ഹിൻസ നിലക്ക് പറഞ്ഞ കേട്ടോ. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ബെർണാഡ് ഷാ പറയുന്നുണ്ട് പ്രവാചകനെ കുറിച്ച്, ഐ ഹാവ് സ്റ്റഡീഡ് ഹിം. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ എന്താ, ദി വണ്ടർഫുൾ മാൻ, ഹി മസ്റ്റ് ബി കോൾഡ് ദി സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിന്റെ വിമോചകനാണ് പ്രവാചകൻ. സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് കേട്ടോ, സേവിയർ ഓഫ് മുസ്ലിംസ് എന്നല്ല, സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. ഈ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുന്ന മലയാള ഭാഷയുടെ ഒരു പരിമിതിക്കകത്തു നിന്നിരുന്ന ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം നബി വിശേഷിപ്പിക്കുന്നത് എന്താ പറയുന്നത്? മനുഷ്യാകൃതി പൂണ്ട ദൈവമോ അല്ലെ, നരദിവ്യ എന്താണ്? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രമോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഓരോ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് മൈക്കല്ല ചാട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഈ റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറെ കേൾക്കുന്നുണ്ടാവും അല്ലെ. ഇതൊക്കെ പഠിച്ച ആളുകൾക്ക് അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. അത്രയും, അതായത് ഒരു മനുഷ്യന് ലൈഫിൽ ഇത്രയൊക്കെ ചെറിയ കാലം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയും ഇമ്പോസിബിൾ എന്ന് പറയും, ഇമ്പോസിബിൾ. പക്ഷെ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിതം കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നത് എന്താണോ, ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തി. അപ്പൊ അള്ളാഹു പറയുന്നതാണോ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം വന്നാൽ, വൽ ഫത്ഹ്, വിജയവും. ഇവിടെ ഫത്ഹ് മക്ക എന്ന് ഒരാണ് പ്രബലമായ അഭിപ്രായം. ഫത്ഹ് മക്ക എന്നാണ് അല്ലെ. 8-ാം വർഷമാണ് ഫത്ഹുൽ മക്ക നടക്കുന്നത്, 8-ാം വർഷം കേട്ടോ. അപ്പൊ ഫത്ഹ് മക്കയാണെന്ന് പ്രബലമായ അഭിപ്രായം. പക്ഷേ മറ്റൊരു അഭിപ്രായം എന്നുള്ളത്, ഫത്ഹ് മക്കക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, നിഷേധത്തിന്റെ അടയാളങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്നു. പക്ഷേ
അത് ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭമൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നത് പൂർണ്ണമായ വിജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫത്ഹ് മക്കക്ക് ശേഷമുള്ള കാലയളവ് കൂടി പരിഗണിച്ചിട്ടാണ് ഇതിനെ പറയുന്നത്. കാരണം സൂറ അവതരിക്കുന്ന അവസാനമാണല്ലോ. അതുകൊണ്ട് ആ ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് രണ്ടഭിപ്രായമുള്ളത്. ഒക്കെ രണ്ടഭിപ്രായം നമുക്ക് പരിഗണിക്കാം. പക്ഷെ അള്ളാഹു പറയുന്ന സംഗതി എന്താ? അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് പറഞ്ഞാൽ താങ്കൾക്കുണ്ടായ നേട്ടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായതാ? അള്ളാഹിന്റെ സഹായം കൊണ്ടുണ്ടായതാ. താങ്കൾക്കുണ്ടായിട്ടുള്ള വിജയങ്ങളുടെ ഒക്കെ കാരണം എന്താണ്? അള്ളാഹുവിന്റെ സപ്പോർട്ട് കൊണ്ടാണ്. ലൈഫിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം അള്ളാഹ് സുബ്ഹാനഹു വ തആല എന്ന ബോധ്യം ഉണ്ടാവണം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹുവിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ആ വിജയം സംഭവിക്കുമായിരുന്നില്ല, അല്ലെ? ഞാൻ അള്ളാഹു പറയുന്ന എന്താ? വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ദീനിലേക്ക് പ്രവേശിക്കുന്നത് താങ്കൾ കാണുകയും ചെയ്താൽ, അല്ലെ? കാണുകയും ചെയ്താൽ വറഅയ്ത താങ്കൾ കണ്ടു നാസ ജനങ്ങളെ യദ്ഖുലൂന പ്രവേശിക്കുന്നു ഫീ ദീനില്ല അള്ളാഹുവിന്റെ ദീൻ അഫ്വാജ കൂട്ടം കൂട്ടമായി. നിങ്ങൾ ആമുൽ വുഫൂദ് എന്ന് അറിയും. ആമുൽ വുഫൂദ് അതായത് ഈ സംഘങ്ങൾ വരുന്ന വഫുദുകൾ, അതായത് വ്യത്യസ്ത സംഘങ്ങൾ വരുന്ന സമയം. അത് ഹിജ്റ 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് എന്ത് ചെയ്തത്? വ്യത്യസ്ത ഗോത്രങ്ങളിലെ ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്ന ഒരവസ്ഥ കണ്ടു തുടങ്ങിയത്. അതായത് നേരത്തുള്ള അവസ്ഥ എന്താണ്? പാത്തും പതുങ്ങിയ ആളുകൾ ദീനിൽ ചേരുക, അങ്ങനെ ഉണ്ടല്ലോ. പലപ്പോഴും രഹസ്യമായി സൂക്ഷിക്കും. ഇനി പരസ്യമായാൽ തന്നെ ഭയങ്കര പീഡനങ്ങൾ. പക്ഷേ ആമുൽ വുഫൂദ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വഫുദുകൾ, സംഘമായ ആളുകൾ വരുന്നു. കാരണം ഇസ്ലാം എന്ത് ചെയ്യുന്നു? ഒരു ഭരണ വ്യവസ്ഥയെ മാറിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശക്തി അത്രമാത്രം ഉണ്ട്. അതുകൊണ്ടാണ് ഹിജ്റ 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, ഹിജ്റ 9-ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ് ആമുൽ വുഫൂദ്, പ്രതിനിധി സംഘങ്ങളുടെ വർഷം എന്ന് പറയുന്നത്. ഹിജ്റ 9 കേട്ടോ. ഹിജ്റ 9-നെ കുറിച്ചാണ്, 9-ാം ആണ്ടിനെ കുറിച്ചാണ് ആമുൽ വുഫൂദ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്യുന്നു? സംഘങ്ങളെ വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന് ബൈഅത്ത് ചെയ്യും. അങ്ങനെയാണ് ഹിജ്റ 10-ാം വർഷം എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന് വേണ്ടി പുറപ്പെടുന്നത്. അപ്പോഴൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അറബ് ദേശം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ അവശേഷിച്ചു. രാജ്യത്ത് വിഗ്രഹാരാധകരുണ്ടായിരുന്നില്ല. നോക്കണം കേട്ടോ. അത് ഒരാൾ ഏറ്റെടുത്ത ഒരു മിഷന് വേണ്ടി വർക്ക് ചെയ്യാണ്. അതിന്റെ റിസൾട്ട് കാണാം കേട്ടോ. റിസൾട്ട് കണ്ടപ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? നമുക്ക് ഉണ്ടാവേണ്ട ഒരു ബോധ്യമാണിത്. ഇത് കുറേ നമ്മളെ ലൈഫിൽ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഉണ്ടാവേണ്ട ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിന്റെ സഹായവും വിജയവും വന്നു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിൽ പ്രവേശിച്ചു. താങ്കൾ എന്താ ചെയ്യേണ്ടതെന്നോ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിന് പകരം താങ്കൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്തുതിക്കുക. സബ്ബഹ, പ്രകീർത്തിക്കുക. ബിഹംദി റബ്ബിക, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക. വസ്തഗ്ഫിർഹു, ഇസ്തിഗ്ഫാർ തേടുക. ഇന്നഹു കാന തവ്വാബ്, അള്ളാഹു പുറത്തു തരുന്നവനാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. എന്നിട്ട് ഞാൻ ഒന്നൊരു വിഷയത്തിലേക്ക് പോകാം. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു ചോദിക്കാണ് സൂറത്ത് മുഹമ്മദിൽ, അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് തദബ്ബുർ ചെയ്യുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അല്ലെങ്കിൽ നിങ്ങളുടെ കൽബുകൾ ഇങ്ങനെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. നല്ലതാ, കൽബുകൾക്ക് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. സൂറത്ത് സാദിൽ അള്ളാഹു എന്താ പറയുന്നത്? ഖുർആൻ ഇറക്കി എന്തിനാ? ലിയദ്ദബ്ബറു ആയാതിഹി, നിങ്ങൾ അതിന്റെ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ ചെയ്യണം, ചിന്തിക്കണം, അല്ലെ? തദബ്ബുർ ചെയ്യണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഖുർആൻ ക്ലാസ് കേൾക്കും, ഖുർആൻ വായിക്കും. പക്ഷേ അതിനേക്കാൾ നിങ്ങളിപ്പോൾ സൂറത്തുൽ ബഖറ മൊത്തം ഇരുന്ന് ഓതുക കേട്ടോ, ഓതുക. അതിനേക്കാൾ മഹത്തരം എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 5 ആയത്ത് നിങ്ങൾ ഓതിയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. യാത്ര ചെയ്യുമ്പോൾ, അല്ലേ? നിങ്ങൾ കോളേജിൽ പോകുന്നവർ കോളേജിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് കാര്യമാകുമ്പോഴും നിങ്ങൾ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് തദബ്ബുർ ചെയ്തൊക്കെ. അപ്പൊ അതിലെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതെങ്ങനെ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ ചിന്തകളിലേക്ക് പോകാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഫ്സീർ എന്ന് പറയുന്നത് ഖുർആൻ അറിയുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കത് വായിക്കാൻ പഠിക്കാം. അതായത് നിങ്ങൾക്ക് തഫ്സീർ വായിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാം.
അതിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. അങ്ങനെ ഉണ്ടല്ലോ. രണ്ട് പുതിയ കുറെ അങ്ങനെ ഉണ്ടല്ലോ, കുറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഈ സൂറ നമ്മൾ അവതരിപ്പിച്ചു, ഈ സൂറ കേട്ടു വിചാരിക്കാം. നിങ്ങൾ ചോദിക്കാം ഇത് എപ്പോഴാണ് അവതരിച്ചത്? ഓക്കെ, എപ്പോഴാണ് അവതരിച്ചത്? നബിയുടെ ജീവിതത്തിന് അവസാന ഘട്ടം. നമ്മളിങ്ങനെ ആലോചിക്കട്ടോ, അവസാന ഘട്ടം അവതരിച്ചത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ. അപ്പൊ ഇങ്ങനെ അപ്പൊ നിങ്ങൾ ചില ക്വസ്റ്റ്യൻ ചോദിക്കോ, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമെങ്കിൽ. അതായത് നെക്സ്റ്റ് പിന്നെ ഇതിന്റെ ഓരോ ഓരോ സംഗതികളെ കുറിച്ച് നിങ്ങളൊരു പോയിന്റ് പറയും. അതായത് അള്ളാഹിന്റെ സഹായം വന്നു, അല്ലെ, വിജയം വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളൂ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് തദബ്ബുർ ഒന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇസ്ലാമികമായി നാട് മുഴുവൻ ഇസ്ലാമികമായിക്കൊണ്ടിരുന്നു. അപ്പോ ആ ആ അപ്പോ അള്ളാഹുവില് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. അതായത് സ്തുതിക്കുകയും പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. കാരണം ഇസ്ലാമികമായ ഇതിൽ ഒരു നേട്ടം പിന്നെ അത് കോട്ടമായി മാറിയേക്കാം. ഓക്കെ 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 ഒറ്റ പോയിന്റ് കേട്ടോ, എല്ലാവരും ഒറ്റ പോയിന്റ്. അതായത് ഓക്കെ, നാട് മുഴുവൻ ദീനിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അല്ലേ വേണ്ടത്, അല്ലെ, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തിനാ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? വൈ? ഇല്ലെങ്കിൽ നമ്മൾ ഹൃദയം നേട്ടം കോട്ടത്തിലേക്ക് മാറിയേക്കാം, ഹൃദയം വ്യതിചലിച്ചേക്കാം ഓക്കെ അഹങ്കാരം കൊണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ, ഹൃദയം എന്ത് ചെയ്യാം, വ്യതിചലിച്ചേക്കാം. ഇനി ഓരോരുത്തർ ജസ്റ്റ് പറയാം, എന്തിനാണ് നമ്മൾ അള്ളാഹിനെ സ്തുതിക്കുന്നത്? എന്തിനാണ് നബി അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത്? വൈ? നബിയുടെ അത്രയും കാലത്തുള്ളൊരു പ്രവൃത്തിയുടെ ഫലമാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നബിയുടെ അത്രയും കാലത്ത് പ്രവൃത്തിയുടെ ഫലമാണ് കാണിക്കുന്നത് അല്ലെ, ശരിയല്ലേ? ഇത് ലോകം അംഗീകരിച്ചു. പക്ഷേ എന്തിനാണ് ഇവിടെ ഫസബ്ബിഹ് എന്ന് പറയുമ്പോൾ ഓൾ ക്രെഡിറ്റ്സ് വിൽ ഗോ ടു അള്ളാഹ്, എല്ലാ ക്രെഡിറ്റ് അള്ളാഹ്ക്കാണ് അല്ലേ, അല്ലേ മനസ്സിലാവുന്നത്? അപ്പൊ എന്തിനാ അങ്ങനെ? എല്ലാ നന്മ തിന്മകളും അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ളത്. എല്ലാ നന്മകളും അള്ളാഹു എന്നാണ്. ഓക്കെ, അതിന്റെ മാത്രം ഇതെല്ലാം നടക്കും എന്നുള്ളൊരു കൂടെ നമുക്ക് കാണിച്ചു തരുന്നില്ലേ അല്ലേ? അള്ളാഹു മാത്രമാണ് സ്തുതിക്കർഹൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്? ആർക്കെങ്കിലും ജസ്റ്റ് പറ. ആദ്യഘട്ടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു. അതുകൊണ്ട് ലാസ്റ്റ് ആളുകൾ കൂട്ടമായി വരുമ്പോൾ അള്ളാഹുവിന്റെ ഒരു കഴിവാണ്. ഓക്കെ, അതൊരു ഭയങ്കര റെലവന്റ് പോയിന്റാ. അതായത് ആദ്യഘട്ടങ്ങളിൽ കുറെ കഷ്ടപ്പാടുണ്ടായി, പക്ഷെ അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു അവസാന ഘട്ടത്തിൽ കാണാണ് അല്ലെ. ഈ സൂറത്ത് ഷറഹുമായി കണക്ട് ചെയ്യും. സൂറത്ത് ഷറഹിൽ പറയുന്ന അല്ലെ, നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രയാസം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പം കിട്ടുന്നുണ്ടാവും. എന്തെങ്കിലും ഗെയിന് വേണം, എന്ത് ചെയ്യണം? നോ പെയിൻ നോ ഗെയിൻ അല്ലെ, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഗെയിന് വരുമ്പോഴും എന്ത് ചെയ്യണം? ഞങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വെച്ചാൽ ഇങ്ങനെ കുറെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സൂറ എടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ചിന്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ കുറെ ആൻസറുകൾ കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഖുർആനുമായി കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇന്നലെ ഈ നമ്മൾക്കൊരു നോഷൻ ഉണ്ട് മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ നോ ക്വസ്റ്റ്യൻ, എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, സെമിയാന വാത്താവനാണ്. പക്ഷെ ചിന്തക്ക് പോലും നമ്മൾ കൂച്ചു വിലങ്ങിടും. അങ്ങനെ ഉണ്ടല്ലോ. ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അങ്ങനെ ഡൽഹിയിലുള്ള ഒരു പിന്നെ ഒരു ഡോക്ടർ, അപ്പം പിന്നെ അദ്ദേഹം ഉമ്മയും ഇന്നലെ ഓഫീസിൽ വന്നു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ ഈ പിന്നെ അവരുടെ എന്താണ് മോനാണ് ഡോക്ടർ. അപ്പം മോന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഉണ്ടല്ലോ, കുറേ സംശയങ്ങൾ. അപ്പോൾ പിന്നെ അപ്പം അപ്പോൾ ചോദിക്കുന്നത്
എനിക്ക് സംശയം ഉണ്ടാവും. ഐ എം ഹ്യൂമൻ ബീങ്. അപ്പൊ ഞാൻ സംശയം ചോദിക്കാൻ പാടില്ല, സംശയം പറയാൻ പാടില്ല. ഓക്കെ, ഉമ്മ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കും. ഉമ്മ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടോ ഞാനെന്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു പൊതുബോധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഖുറാനെ കുറിച്ചും ദീനിനെ കുറിച്ചും അധികം സംശയം ചോദിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യണം? വി ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, അല്ലെ? നമ്മൾ അതിന് ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തണം. ഖുർആന് പ്രോത്സാഹിപ്പിച്ചെന്തിനാണ്? ഈ ഒരു തദബ്ബുറിനാണ്, അല്ലെ? ചിന്ത. അപ്പൊ നമ്മൾ ഈ ഒരു ഈ അർത്ഥത്തിൽ ഖുർആനെ നമ്മൾ സമീപിക്കുമ്പോഴാണ് നമുക്ക് ഖുർആനിലേക്കുള്ള വാതിലുകൾ. നിങ്ങൾ ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നുള്ള പ്രയോഗമില്ലേ? എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? എന്താ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊരു പ്രയോഗമില്ലേ? ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ എന്താ? നാവിൻ തുമ്പത്ത് നിന്നുള്ളതാണോ വരുന്നത്? എന്താ? നാവിൻ തുമ്പത്ത് വരുന്നതാണോ? അല്ല അല്ല അല്ല. നമ്മൾ ചെയ്യുന്ന മെഹനത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്ത് കാണുന്നത്. അതിന്റെ ഒരു വലിയ ഭാഗം കടലിന്റെ താഴത്താണ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആ. കാണുന്നില്ല. അതെ, ശരിയാണ്. അല്ലെ, അതന്നെ തന്നെ. അത് നമ്മൾ കാണുന്ന ശരിക്ക് അതിന്റെ പുറത്തുള്ള ചെറിയൊരു ഭാഗമാണ്. നിങ്ങൾ ഈ ടൈറ്റാനിക്കിന്റെ കഥ പഠിച്ചെങ്കിൽ മനസ്സിലാവും. ടൈറ്റാനിക് പിന്നെ ഈ ഇടിക്കുന്നത് എല്ലാം മഞ്ഞ് വിലക്കാണല്ലോ, അല്ലെ? പുറത്ത് കാണുന്ന എന്താണ്? ചെറിയൊരു ഐസ്ബർഗിന്റെ ചെറിയൊരു ഭാഗം പുറത്ത് കാണുള്ളൂ, പക്ഷെ വലിയൊരു ഭാഗം എന്തുണ്ടാവും? അടിയിലുണ്ടാവും. ഇതുപോലെയാണ് ഖുർആന്റെ പ്രത്യേകത. നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ശരിക്കും ഈ സൂറ തന്നെ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് തതുപുറം നമ്മളിങ്ങനെ കുറെ ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ കുറെ ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. നമുക്ക് സമയം കിട്ടും പിന്നീടൊക്കെ ചെയ്യാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയാണ് ഖുർആന്റെ സൗന്ദര്യം തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ഞാൻ ഈ ഒരൊറ്റ സൂറ മതി, 3 ആയത്തുകൾ മാത്രം നമ്മൾ തദബ്ബുറിയാണെങ്കിൽ നമുക്ക് ഭയങ്കര ലെസൺസ് കിട്ടും. അപ്പൊ ഞാനൊന്ന് ബ്രീഫ് ചെയ്യുന്നു. നമുക്ക് നിങ്ങളെന്ത് ചോദിച്ചാല് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രമിക്കുക, അതിന് ആൻസറുകൾ കണ്ടെത്താൻ ശ്രമിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹു ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിർവഹിച്ച വലിയൊരു മിഷനാണ്. ഓക്കെ, പക്ഷേ ലോക ചരിത്രത്തിൽ അതിന് തുല്യതയില്ല, ഒരിക്കലുമില്ല. ഒരു സമൂഹത്തിൽ നബി ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയിലെ ഹ്യൂമൻ ഹിസ്റ്ററി പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, അവരുടെ കുറെ നന്മകൾ എന്താന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെ അള്ളാഹിന്റെ സഹായവും വിജയവും വന്നു. അങ്ങനെയുണ്ടല്ലോ, ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരികയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെ? ഇവിടെ പ്രയോഗിച്ച പ്രയോഗം ഫസ്റ്റ് അള്ളാഹുവിന്റെ നസ്ർ. അള്ളാഹിന്റെ നസ്ർ കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാവുന്നത്, അല്ലെ? നസ്റുല്ലാ, അതാണ് ഏറ്റവും പ്രധാനം. നസ്റുല്ലാ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് അവൻ അച്ചീവ് ചെയ്യാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ നസ്ർ പ്രധാനമാണ്. നിങ്ങൾക്ക് ഖുറാനിൽ 1-2 സ്ഥലം ഞാൻ പറഞ്ഞുതരാം. സൂറത്തുൽ കഹ്ഫില് ഈ തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ടല്ലോ, കേട്ടില്ലേ തോട്ടക്കാരന്റെ കഥ? അത് നിങ്ങൾ നോക്കുക. അതിൽ അവസാനം അള്ളാഹു പറയുന്നത് അവന്റെ തോട്ടം നശിച്ചപ്പോ അവനെ സഹായിക്കാൻ യൻസുറൂനഹു മിൻ ദൂനില്ല, അവനെ സഹായിക്കാൻ അള്ളാഹു അല്ലാതെ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പൊ മകാന മിനൽ മുൻതസിരീൻ, അവന് സ്വയം സഹായിക്കാനും പറ്റിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. വേറൊരു സന്ദർഭം എന്നുള്ളത് സൂറത്തുൽ ഖസസില് ഒരു ധനാഢ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാന്നറിയോ? മൂസാ നബിയുടെ സമൂഹത്തിലെ ധനാഢ്യൻ. അറിയില്ല? അറിയാം. കേൾക്കുന്നില്ല. ഹാറൂൺ റഷീദ്. അല്ല, ഏകദേശം അടുത്തിട്ടുണ്ട്. മൂസാ നബിയുടെ സമൂഹത്തിലെ മിൻ ഖൗമി മൂസ ഒരു ധനാഢ്യനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫാത്തിമ അൺമ്യൂട്ട് ചെയ്യും, നിങ്ങളെന്തോ പറയുന്നുണ്ട്. ഫിറോൻ, ഫിറോൻ അടുത്ത റൂളറാണ്. ഫിർഔൻ. ഫിറോൻ ഫിറോൻ അടുത്ത റൂളറാണ്. ഫിർഔൻ. ഫിറോൻ അടുത്ത റൂളറാണ്.
കാറൂൺ. ഖാറൂൻ. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ. അല്ലെ, മൂസ അലൈഹി അതെ. ഇസ്ലാമയുടെ സമൂഹത്തിലെ ധനാഢ്യനാണ് ഖാറൂൻ. മൂസ നബി ഇസ്ലാം ടീമിൽപ്പെട്ട ആളാണ്, കൗമിൽപ്പെട്ട ആളാണ്, പുറത്തുള്ള ആളല്ല. അപ്പം ഈ ഖാറൂന്റെ ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അതിന്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹു പറയുന്നത് എന്താ? ഖാറൂന്റെ എല്ലാം നശിച്ചപ്പോൾ അള്ളാഹു പറയുന്നത് ഖാറൂനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഖാറൂൻ വിചാരിച്ചെന്താ, എന്റെ പൈസ കൊണ്ട് എനിക്ക് എല്ലാം നേടാൻ കഴിയുന്ന. ഖാറൂന് സ്വയം സഹായിക്കാനും കഴിഞ്ഞില്ല. നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ നസ്റുല്ല, പിന്നെ ബിഇദ്നില്ല, ഇങ്ങനെ പ്രയോഗങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ നസ്ർ, സഹായവും വിജയവും വന്നാൽ അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് പ്രവേശിക്കുന്ന കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏത് നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് ആർക്ക് കൊടുക്കുക? അള്ളാഹുവിന് കൊടുക്കുക. അല്ലെ, അങ്ങനെ ചെയ്യാം. നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്താൽ നമ്മളെപ്പോഴാണ് ആള് പ്രൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് താങ്ക്സ് പറയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോഴല്ലേ, അല്ലെ? വെറുതെ പോയി താങ്ക്സ് പറയോ? ഇല്ല. അപ്പോ ഈ ക്രെഡിറ്റ് കംപ്ലീറ്റ് അള്ളാഹുവിന് കൊടുക്കുക എന്ന് വെച്ചാൽ എന്നെ ഇതിന് ചൂസ് ചെയ്തതിന് അള്ളാഹുവിന് എന്ത് ചെയ്യുക? നന്ദി പ്രകടിപ്പിക്കുക. അങ്ങനെ വേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയല് എന്താ? തിരിച്ചറിവുള്ളതുകൊണ്ട് അഫല അകൂന അബ്ദൻ ഷക്കൂർ, അല്ലെ, ഞാനൊരു നന്ദിയുള്ള ആളാവണ്ടേ. ഞങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ ഖുർആൻ സ്റ്റഡിയിൽ ഇരിക്കുകയാണല്ലോ, നമ്മൾ ഈ ചർച്ച ചെയ്യാണ്, ശരിക്കും നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയത്, ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല എന്ത്, ഞാൻ എന്തോ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് അള്ളാഹു അനുഗ്രഹം തന്നു. ഈ നിങ്ങള് ഈ പ്രവാചകന്മാരുടെ ജീവിതം നോക്കിയാൽ, സഹാബികളുടെ ജീവിതം നോക്കി കഴിഞ്ഞാൽ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഏത് നേട്ടങ്ങളെയും ഈ അർത്ഥത്തിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാക്ടീസ് ചെയ്ത ദുആ ഉണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. എന്നെ അള്ളാഹുവിനെ പ്രൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഹംദി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹംദിന്റെ അർത്ഥം എന്താ? ശുക്ർ എന്നാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിച്ചില്ല, ഹംദ് എന്താണ്? ശുക്റാണ്, അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ? വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. അള്ളാഹു പറയാണ്, ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. നിങ്ങൾക്ക് രണ്ട് റൂട്ട് കാണിച്ചു തന്നു കേട്ടോ. നിങ്ങൾക്ക് ഒന്നുകിൽ യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഓർ യു ക്യാൻ ബി അൺഗ്രേറ്റ്ഫുൾ, അല്ലെ? യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഓർ യു ക്യാൻ ബി അൺഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാല് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. എല്ലാ ക്രെഡിറ്റും ആർക്ക് കൊടുക്കുക? അള്ളാഹുവിന് കൊടുക്കുക. ഖുറാനിലെ കുറെ പ്രയോഗങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് സൂറത്തുൽ ബഖറയില് നിങ്ങൾ കേട്ടില്ലേ, ഖുറാന്റെ ഒരു ജാലൂത്തിന്റെയും താലൂത്തിന്റെയും കഥ പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തിൻ കസീറത്തിൻ ബിഇദ്നില്ലാഹ്. അതായത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, അള്ളാഹിന്റെ സഹായത്തോടുകൂടി എത്ര ചെറു സംഘങ്ങൾ വലിയ സംഘങ്ങൾ അതിജയിച്ചു. അള്ളാഹിന്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കൂല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഞാൻ ഒരു സംഭവം മാത്രം പറയാം. നമ്മൾ ഏറ്റവും ആകർഷിക്കുന്നതാണ് ഈ ഔസും ഹസ്രജും ദീർഘകാലം പരസ്പരം പോരാടിയ ഗോത്രമായിരുന്നല്ലോ. ഇവരൊക്കെ ഒന്നിപ്പിച്ചു, അവരുടെ സാഹോദര്യം, അല്ലെ, നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? അല്ലേ? യെസ് ഓർ നോ? യെസ്. അല്ലാഹു പറയുന്നതാണോ ഖുർആനില്? മ അല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾ അടുപ്പിച്ച താങ്കളല്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും, അവരുടെ മനസ്സുകൾ അടുപ്പിച്ച ആരാണ്? അള്ളാഹു ആണ്. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ദുനിയാവ് മൊത്തം ചെലവഴിച്ചാൽ ഓലെ മനസ്സുകൾ അടുപ്പിക്കൂല. വലാകിൻ ആരാ അടുപ്പിച്ചത്? അല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് തോന്നില്ല ഇത്ര വേണമെന്നൊക്കെ തോന്നില്ല, അല്ലേ? ഇത്ര വേണോ? എല്ലാ ക്രെഡിറ്റും അള്ളാഹു കൊണ്ടുവന്നു. അവരുടെ മനസ്സുകൾ അടുപ്പിച്ച ആരാണ്? അള്ളാഹു ആണെന്ന് പഠിപ്പിക്കാണ്. ഇത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഏത് നന്മകളും അതങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഏത് നന്മകളുടെ ഉറവിടം ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വമാണിത്. എന്ന് പറഞ്ഞാലും അള്ളാഹു ഇത്രയും അനുഗ്രഹിച്ച അള്ളാഹു നബിയുടെ മഹത്വം. പക്ഷെ ഇതിന്റെയൊക്കെ എന്താണ്, ഇത് ആരിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നാണെന്നുള്ളൊരു തിരിച്ചറിവാണ് ആർക്ക് വേണ്ടത്? ആർക്ക് വേണ്ടത്? വിശ്വാസികൾക്ക് വേണ്ടത്. ഏത് നന്മയും എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറെ സംഭവം ഉണ്ട്. ഇപ്പൊ ഖുർആൻ പറയുന്നുണ്ട്, യുഹിബ്ബൂന അൻ യഹ്മദു ബിമാ ലം യഫ്അലു. സൂറത്ത് ആലി ഇമ്രാനിലെ 192 8ാമത്തെ ആയത്ത്, അങ്ങനെ സെക്കൻഡ് ലാസ്റ്റ് പേജിൽ കേട്ടോ. അതായത് ഒരാൾ എടുക്കാവോ ആ ആയത്ത്? സെക്കൻഡ് ലാസ്റ്റ് പേജ്. യുഹിബ്ബൂന അൻ യഹ്മദു ബിമാ ലം യഫ്അലു വലാകിന്ന അല്ലാഹ 188.
ഒരാളൊന്ന് വായിക്കോ. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണോ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തായിരിക്കും, ഒരു നന്മ ചെയ്തു, ഒരു സോഷ്യൽ വർക്കോ ക്ലീനിങ്ങോ അങ്ങനെ എന്തോ ചെയ്തായിരിക്കാം. അങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ ഡൽഹിയിലെ സ്ട്രീറ്റിലോ എവിടെയൊക്കെ പോയിക്കൊണ്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഫോട്ടോ നോക്കുമ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫോട്ടോ വരുന്നുണ്ട്, എൻ്റെ ഫോട്ടോ ഇല്ല. നിങ്ങളെ മനസ്സിൽ എന്താ ഫീൽ ചെയ്യാ? ഇനി ഞാൻ പോകില്ല തോന്നാ? അങ്ങനെയാണോ? ഫോട്ടോ വന്നാൽ ഭയങ്കര ഹാപ്പി, ഫോട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ല. അങ്ങനെ നമുക്ക് വേണ്ട ബോധ്യം എന്താണ്? എങ്ങനെ വേണ്ടത്? എങ്ങനെ വേണ്ടത്? നമ്മളെ സന്തോഷിപ്പിക്കേണ്ട, ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾ അപ്രീസിയേഷൻ അല്ല. ഞാൻ പറഞ്ഞത് ഇത് ഉണ്ടാക്കുന്ന റിലീഫിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് പലപ്പോഴും നമ്മൾ ലൈഫിൽ ഡിസപ്പോയിന്റഡ് ആയി പറഞ്ഞോ, നമ്മൾ ഒരു വർക്ക് ചെയ്തു, കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെ ദീനീ പ്രവർത്തനത്തിലോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോ അപ്രീസിയേഷൻ. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും അപ്രീസിയേഷൻ കൊടുക്കണം കേട്ടോ, നിങ്ങൾ കൊടുക്കാതിരിക്കരുത് കേട്ടോ. അങ്ങനെ നമുക്കങ്ങനെ കുഴപ്പമുണ്ട്. ഇവൻ ഞാൻ എന്നെ കുറിച്ച് പോലും പറയാം കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ സ്ട്രീമിലുള്ള ഒരു പരിമിതിയാണ് എന്ന് വെച്ചാൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മറന്നുപോകും. അങ്ങനെ ഉണ്ടല്ലോ, അല്ല അതിനെന്തോ ഒരു മടി, അതിൻ്റെ ഒരു പിശുക്ക്, അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൽ നിന്നാണെങ്കിൽ പോലും ആളുകളെ അഭിനന്ദിക്കുക എന്നുള്ളത്, അപ്രീഷിയേഷൻ എന്നുള്ളത് ഇസ്ലാം നദിയായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുകളിൽ ആരുണ്ടാവണോ, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു അപ്രീസിയേഷൻ ആകാനും പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹുവിനാണ് ഏറ്റവും ഇത്. പക്ഷെ അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു പ്രശ്നമല്ലേ? ആളുകളുടെ അപ്രീസിയേഷൻ ഇത് പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെ അത് എക്സ്പെക്ട് ചെയ്ത് നടക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അതില്ലെങ്കിൽ ഡിസപ്പോയിന്റഡ് ആവുക, ഇതൊരു പ്രശ്നമല്ലേ? ആണോ ഇല്ലോ? ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇനി ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ആരുടെ അപ്രീസിയേഷൻ മാത്രം മതി, അള്ളാഹു. വാട്ട് അതേഴ്സ് വിൽ തിങ്ക് ഓഫ് മീ എന്നത് എനിക്ക് ഒട്ടും കൺസേൺ അല്ല എന്ന് വെച്ച് ചോദിച്ചു നോക്ക്, ജീവിതത്തിൽ ഭയങ്കര ആശ്വാസം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ? എല്ലാവരും കളിയാക്കി, എല്ലാവരും പരിഹസിച്ചു. പക്ഷെ ആരുടെ മാത്രം അപ്രീസിയേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പെക്ട് ചെയ്തു? അള്ളാഹുവിന്റെ, അല്ലെ? പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ തന്നെ പറ്റിയത്, അല്ലെ? അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കത്തിൽ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ വിജയം തന്നാരാ? ഞാനാ. വ്യക്തമായ വിജയം തന്നാരാ? ഞാനാന്നത്, അല്ലെ? ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖറ വയതിമ്മ നിഅമതുഹു അലൈക, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ, അനുഗ്രഹം പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് നന്മകളും അള്ളാഹുവിൽ നിന്നാണ് തിരിച്ചറിയുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരായി തീരുക എന്നൊരു മെസ്സേജാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ. മറ്റൊരു സംഗതി ഉള്ളത്, നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇതാ ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഖാറൂന്റെ വിഷയത്തിൽ അള്ളാഹു പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തിൽക്കദ്ദാറുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകം വേണോ? നജഅലുഹ, ആ പരലോകം ആർക്കാണ്? ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടത്, ദുനിയാവിൽ ഞാൻ ഭയങ്കര സംഭവമാകണം എന്ന് ആഗ്രഹിക്കാത്തവർക്കാണ്. നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ എന്ത് ചെയ്യാം? കൂട്ടാൻ ശ്രമിക്കാം. പക്ഷെ ഇതിന്റെ ഒരിക്കലും ദുനിയാവില് ഒരു ഷോ ഓഫ് കാണിക്കുക, എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുക, ഇതാകരുത് നമ്മുടെ ലക്ഷ്യം. ഒരു ദുആ ഉണ്ട്, അറിയോ? അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന, അല്ലെ? പടച്ചോനെ, എൻ്റെ സ്വപ്നം, നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം കേട്ടോ. അത് ദുനിയാവ് ഒരിക്കൽ അള്ളാഹുവെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി മാറില്ല പടച്ചോനെ. ഞാൻ ഇൽമ് തേടുന്നത് ഒരിക്കലും ദുനിയാവിന് വേണ്ടി ആവല്ലേ. നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ കുറെ ദുആ ഉണ്ട്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക തുടങ്ങിയ കുറെ പ്രാർത്ഥനകളുണ്ട്, അല്ലെ? നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താണ്? ദുനിയാവല്ല. പിന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനം എന്താ? നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ച അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവ് തരും. ഫമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തുനിന്ന് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ചിലർക്ക് ഇങ്ങനെ സംശയം തോന്നുന്നു, എന്താ റബ്ബേ, ഈ റീൽസ് ഒക്കെ നോക്കുമ്പോഴേ കുറെ ആളുകൾ എങ്ങനെ ജീവിക്കുന്ന, അടിച്ചു പൊളിച്ച്, അങ്ങനെ ഉണ്ടാവൂലേ? ഫുൾ ട്രാവലിങ്ങും വ്ളോഗിങ്ങും, ഇങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിതമാണല്ലോ, ഞാൻ മാത്രം ഇവിടെ ഒതുങ്ങിക്കൂടി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ട്രാവൽ ചെയ്യാം, നമുക്ക് ദീനിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രാൻഡ് വാല്യൂ നമുക്ക് ഉയർത്ത ഒക്കെ ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്ത്, അങ്ങനെ ഉണ്ടല്ലോ,
ഇതാണ് എല്ലാമെന്ന് വിചാരിക്കാതെ, മറിച്ച് നമ്മുടെ ഒരു പേർപ്പസ് എന്താണ്? നമ്മുടെ യഥാർത്ഥ ജീവിതം നമുക്ക് സുന്ദരാവണം, അല്ലെ? പിന്നെ നമ്മൾ മരിച്ചു പോയാൽ നമുക്കൊരു ലെഗസി ലീവ് ചെയ്ത് പോകാൻ പറ്റണം. അത് പറ്റും കേട്ടോ, അങ്ങനെ ഉണ്ടല്ലോ. ലെഗസി പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമൻ ജീവിക്കുമ്പോൾ ലോകത്തൊറ്റ മുസ്ലിം ഉണ്ടായത് ആരാ? ഇബ്രാഹിം അലൈഹി സ്വലാം. സമൂഹം, വീട്, കുടുംബം എല്ലാവരും എതിർത്തു. പക്ഷെ ഇന്ന് നോക്കി ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചെന്താ? ദുനിയാവിലെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ കുറിച്ച് ആരെന്ന് പറയണം, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് നല്ലത് പറയണം. അത് സംഭവിക്കുന്നില്ലേ? അല്ലേ? അല്ലെ? ഇവൻ ട്രംപും അങ്ങനെയല്ല, ഇവൻ ട്രംപും ഇവൻ നെതന്യാഹുവും എല്ലാവരും അബ്രഹാം അക്കോഡ്, ഇബ്രാഹിം നബീനെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റുപിടിക്കുന്നുണ്ട്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അതെത്രയോ ഉയർന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ പ്രയോഗം ശ്രദ്ധിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റിൽ ദുനിയാവിൽ എന്തോ സംഭവം ആകണം, ദുനിയാവ് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പരലോകത്ത് ഉയർച്ച ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടല്ലോ. ഒരിക്കലും പരലോകത്തെ ഔന്നത്യത്തിന്റെ മാനദണ്ഡം ദുനിയാവായി കാണാനും പാടില്ല. നമ്മളൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നോ, ഞാൻ മരിച്ചാല്, ഞാൻ അങ്ങനെ തന്നെ പറയാട്ടോ, ഞാൻ മരിച്ചാല് കുറേ ആളുകൾ എന്നെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ എൻ്റെ ദർജ കൂടും. ആരും വന്നില്ലെങ്കിലോ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനൊന്നുമല്ല. നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല, ഒരിക്കലും അറിയാൻ കഴിയില്ല. എന്ത് ചിലപ്പോൾ നമ്മൾ ഒട്ടും പരിഗണിക്കാത്ത, ഒട്ടും മൈൻഡ് ചെയ്യാത്ത ആളുകളുടെ ഒരു പ്രശംസയും ഏറ്റുവാങ്ങാത്ത ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദർജ ഉണ്ടാവും, ഉന്നതമായ ദർജ. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് എന്താണോ, ശരിക്കും ഓലൊക്കെ സൗഭാഗ്യവന്മാർ. എന്താന്നോ, ഓല് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആരും ശല്യപ്പെടുത്തൂല, ആ കംഫർട്ടായി ജീവിച്ചു പോവാ. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം ഉണ്ടാവും. അതുകൊണ്ട് ഈ പരലോകം എൻ്റെ അള്ളാഹു പറയാണ് വസ്തഗ്ഫിറുഹു, ക്രെഡിറ്റ് അള്ളാഹു കൊടുക്കുകയും ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യുക, നിങ്ങൾ തേടുകയും ചെയ്യുക. വസ്തഗ്ഫിറുഹു എന്ന് പറഞ്ഞാൽ ഈ യാത്രക്കിടയിൽ, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ നമുക്കുള്ള മെസ്സേജാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്രയോ വീഴ്ചകൾ മനുഷ്യന് സംഭവിക്കും, അത് മാനുഷികമാണ്. അതിൽ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പാപമോചനം തേടണം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഖുറാൻ പഠിച്ചല്ലോ, നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാ പഠിച്ചവന് പ്രവർത്തിക്കാം. ദീനീ മേഖലയിൽ ഇറങ്ങണം, അല്ലെ? അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങണം. അവിടെ പരിമിതികൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ അള്ളാഹുവിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ദുആ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ഇടുക. ഇതിനൊക്കെ പ്രത്യേകത, ഇതൊക്കെ ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംഗതികളാണ്. ഇന്നഹു കാന തവ്വാബ, അള്ളാഹു പുറത്തു തരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അള്ളാഹുവിന്റെ ഹബീബും കമ്പയർ ചെയ്യണം കേട്ടോ. ഒരു പാപവും ചെയ്യാത്ത മഅസൂമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? പക്ഷെ ആ അള്ളാഹിന്റെ ഹബീബ് ദിവസം എത്ര പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും? ഇന്നി അതൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു ഫിൽ യൗമി അക്തറു മിൻ 70 മറ, 100 പ്രാവശ്യം, 70 പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ നടത്തും. ഞാൻ ചോദിക്കണേ, ഇതിന് രണ്ടിന് വേറൊരു പ്രത്യേകം എന്താണോ? അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഹംദും ഇസ്തിഗ്ഫാറും, അല്ല ഇത് രണ്ടല്ല പറഞ്ഞത്, ഹംദ് ഇസ്തിഗ്ഫാർ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. എന്താണെന്ന് അറിയോ നിങ്ങൾ പറയാമോ? ഇത് നമ്മൾ ഒരു ദീനി പെർസ്പെക്റ്റീവിൽ കൊണ്ട് അള്ളാഹുവിന് ക്രെഡിറ്റ് കൊടുത്തു, അള്ളാഹുവിനെ പ്രതിഷ്ഠിക്കാണ്. നമ്മുടെ ഫോക്കസ് എന്താണ്? ദുനിയാവ്, ആളുകൾ, അപ്രിസിയേഷൻ ഒന്നുമല്ല. എന്താണ്? അള്ളാഹ്, ഞാനൊരു അമല് ചെയ്യുമ്പോൾ അള്ളാഹ് ഇഷ്ടമുണ്ടോ, അള്ളാഹ് ഇഷ്ടപ്പെട്ടോ, ദെൻ ഐ എം ഹാപ്പി. ഇനി ബാക്കിയുള്ളവർ പ്രശംസിക്കുന്നില്ലെങ്കിലോ ഐ എം വെരി ഹാപ്പി. കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി എല്ലാവരും പ്രശംസിക്കുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിയാലോ അത് ഭയങ്കര പരീക്ഷണമായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. 188 ആയത്ത് കിട്ടിയോ ആൽ ഇമ്രാൻ? കിട്ടി. ഒന്ന് വായിക്കോ മിനി. 186 മുതൽ അവിടെ നിന്ന് വായിക്കട്ടെ. അതൊന്നും മീനിങ് മാത്രമേ. മുസ്ലിങ്ങളെ, നിങ്ങൾ ജീവജനാദികളാൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വേദവിശ്വാസികളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും അനേകം ദ്രോഹകരമായ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യും. ഈ അവസരങ്ങളിലെല്ലാം നിങ്ങൾ സഹനത്തിന്റെയും ദൈവഭക്തിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിശ്ചയം അത് മഹത്തായ സാഹസമത്രേ. ഈ വേദവാഹകരെ അള്ളാഹു അവരിൽ നിന്ന് വാങ്ങിയ പ്രതിജ്ഞ ഒന്ന് ഓർമ്മിപ്പിക്കുക. നിങ്ങൾ വേദോപദേശങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവ ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല. പക്ഷെ അവർ വേദത്തെ പുറകോട്ട് വലിച്ചെറിഞ്ഞ് തുച്ഛമായ വിലയ്ക്ക് വേണ്ടി അവരത് വിറ്റുകളഞ്ഞു. എത്ര നീചമായ ഇടപാടാണ് ഇവർ ചെയ്തിരിക്കുന്നത്.
സ്വന്തം ചെയ്തികളിൽ നിഗളിക്കുകയും സത്യത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ സ്തുതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ജയിച്ചുവെന്ന് നീ ഒരിക്കലും കരുതേണ്ടതില്ല. അവർക്കായി നോവുന്ന ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനുള്ളതാകുന്നു. അവന്റെ ശക്തി സകലത്തെയും ഉൾക്കൊള്ളുന്നതുമാകുന്നു. ഉണ്ടോ? രണ്ട് കാര്യം പറഞ്ഞേ. അതായത് ഒന്ന്, കിട്ടിയതിലെന്ത് നിഗളിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. ഓ, ഞാനേ നന്നായി സംസാരിക്കും, എനിക്ക് ഭയങ്കര സൗന്ദര്യമാണ്, അല്ല എനിക്ക് ഭയങ്കര കഴിവാണ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, അതിലെന്തോ അഹങ്കാരം തോന്നാം. പോയി. കാരണം ഇതൊക്കെ ആര് തന്നതാ? നല്ല പരീക്ഷണമായി തന്നതല്ലേ. നമ്മുടേതായിട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് ഒരു റോളും ഇല്ല. നമ്മുടെ ഉമ്മാക്ക് വാപ്പാക്ക് പോലും റോളില്ല, അല്ലേ? നമ്മളെവിടെ ജനിക്കുമെന്നോ ഒന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഉണ്ടായ നേട്ടങ്ങളിൽ അഹങ്കരിക്കുക, കണ്ടതോ? ശരി, അഹങ്കരിക്കാൻ ക്രെഡിറ്റ് ഒന്നുമില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഈ ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. പാട്ട് പാടാം, നമുക്ക് കണ്ടു പാട്ടുകാർ ഭയങ്കര സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മെലഡി സൗണ്ട് ആര് കൊടുക്കുന്നതാ? അല്ല കൊടുക്കുന്നല്ലേ, അല്ലേ? അയാൾ സ്വയം ഉണ്ടാക്കുന്നതാണോ? അങ്ങനെ എല്ലാം ആലോചിച്ച് നോക്കുക. അതിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇന്ത്യയിൽ ഒരിക്കലും വെറുതെ വിടൂല. കാരണം അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ല. ഒന്നൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇനി ഇത് നേരെ തിരിച്ച് അഹങ്കാരത്തെക്കാൾ ഉപരി മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന് ഹംദിയാണ്, അള്ളാഹുവിന് ശുക്രിയാണ്, ഇസ്തിഗ്ഫാർ നടത്താണ്. ശരിക്കും ഇതാണ് നമ്മൾ വിചാരിക്കും, എന്തിനാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതാണ് മനുഷ്യന് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഹാപ്പിനെസ് എത്രത്തോളം കൊണ്ടുവരും. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ. ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരു കവിത പറയാം, ഇന്ന് പറയില്ല, അടുത്ത പ്രാവശ്യം തുറക്കെ ചോദിച്ചാൽ മതി, കാരണം ഇപ്പൊ സമയമായി. എന്താന്നോ, ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ കൃഷിയെ വിള കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ഇടുക. പിന്നെ വേറെ ആള് വന്ന് പറഞ്ഞു, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള റിസ്ക്കിൽ വർധനവ്. എന്താ പറഞ്ഞത്? ഇസ്തഗ്ഫിരില്ല, ഇസ്തിഗ്ഫാർ ഇടുക. പിന്നെ ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ പറഞ്ഞത് ഇസ്തഗ്ഫിരില്ല. അങ്ങനെ ഇങ്ങനെ ആളുകൾ പ്രശ്നമൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളും വന്ന് പറയുമ്പോൾ ഇസ്തഗ്ഫിരില്ല. അപ്പോൾ ചോദിച്ചു, ഇതെന്ത് വർത്താനാ? ഓരോരുത്തർ പ്രശ്നം അതിരിക്കുന്ന സൊല്യൂഷൻ കൊടുക്കണ്ടേ? ഇങ്ങനെ ഇസ്തഗ്ഫിരില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞാണ്, സൂറത്തുൽ നൂഹിൽ പറയുന്നുണ്ട്, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്തു, അള്ളാഹു പുറത്തു തരും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, മഴ വർഷിപ്പിച്ചത് അള്ളാഹു. വയുംജിദുക്കും ബി അംവാൽ, നിങ്ങൾക്ക് അള്ളാഹു സമ്പത്തിൽ വർധന തരും. ബനീൻ, മക്കളെ തരും. വയജഅല്ലക്കും ജന്നാത്ത്, തോട്ടങ്ങൾ വെച്ചാൽ അന്നത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം. വയജഅല്ലക്കും അൻഹാറ, നദികൾ. ഇതൊക്കെ കിട്ടണ ഒറ്റ സംഗതി ചെയ്താൽ മതി. എന്താണ്? ഇസ്തഗ്ഫിരില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഈ ആയത്തിന്റെ കുറെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പോകണം. തവ്വാബ, എപ്പോഴും റബ്ബിലേക്ക് മടങ്ങാം, അള്ളാഹുവിനോട് അടുക്കുക എന്നത് നമ്മുടെ വലിയ സ്വപ്നമായി മാറണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. ഇന്നത്തെ ഒരു ആക്ഷൻ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞതിൽ ബ്ലെസ്സിങ്ങുകൾ കൗണ്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടത്, അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഇസ്തിഗ്ഫാർ തേടുക. അള്ളാഹുവിനോട് നമ്മുടെ നന്മകളുടെ ക്രെഡിറ്റ് അള്ളാഹുവിന് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് ദുആ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. രണ്ടാമത്തെ ഏതാ? അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന വലാ തുസല്ലിത അലൈനാ മൻ ലാ യർഹമുന. ഈ രണ്ട് ദുആ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക, മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പാപമോചനം തേടുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിക്ക് ഖുർആൻ നമുക്ക് ശരിക്കും മനസ്സിലാവും, ഖുർആൻ എന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വെച്ചാൽ കൂടുതൽ ഖുർആനെ കുറിച്ച് തദബ്ബുർ ചെയ്യുക, അല്ലെ? തിങ്ക് ചെയ്യുക, പോണ്ടർ ചെയ്യാൻ കൂടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സവിശേഷമായ ഫലസ്തീനികൾ കൊണ്ട് പ്രാർത്ഥിക്കുക, അത് നമ്മളുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, ഞങ്ങൾക്കറിയില്ല, വല്ലാതൊരു സിറ്റുവേഷൻ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, വിശപ്പില്ല, പട്ടിണിയില്ല, പക്ഷെ എന്താണ് അവരുടെ സാഹചര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവേ, അവർക്ക് ഭക്ഷണം നൽകണമേ, അന്നം നൽകണമേ, അവർക്ക് വിജയം നൽകണമേ നാഥ. പടച്ചവനെ, അവരെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിൽ, പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഓരോ ശുഹദാക്കളെ നീ സ്വീകരിക്കണേ നാഥ. പിഞ്ചു കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു, അല്ലേ?
ഒരു ഉപ്പ ഹോസ്പിറ്റൽ ഡോക്ടറാണ്. ഉപ്പാൻ്റെ മുമ്പിൽ വരുന്ന 7 മക്കളുടെ മയ്യത്താണ്. 7 മക്കളുടെ മയ്യത്ത് ഉപ്പാൻ്റെ മുമ്പിൽ വരുന്നത്. പക്ഷെ അതുപോലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഈമാന്റെ ഉടമകളാണ് ഫലസ്തീനികൾ, ഗസയിലുള്ളവർ. പടച്ചവനെ, അവർ ഈമാൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഖുർആന്റെ തലയിലൂടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. دعاء: سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.